കേരളത്തിൻ്റെ ഒരു IT ഹബ്ബായിട്ട് അറിയപ്പെടാൻ പോവുകയാണ് ഈ ടിൻ ടവർ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ നന്ദി പറയേണ്ട ഒരു വ്യക്തിയായിട്ട് MA യൂസഫ് അലി മാറിയിരിക്കുന്നു. ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ ടീകോമിന്റെ ഭൂമി സംസ്ഥാന സർക്കാർ തിരിച്ചെടുക്കുന്നതിൽ വലിയൊരു അഴിമതി സംശയിക്കേണ്ടതുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ സർക്കാരുകൾക്ക്, അത് UDF സർക്കാരിനാണെങ്കിലും LDF സർക്കാരിനാണെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നത്? വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ലുലു ഗ്രൂപ്പിന്റെ പുതിയൊരു ട്വിൻ ടവർ, അതായത് സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള കേരളത്തിനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ. ഇന്ന് ഈ മലയാള മനോരമയുടെ ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രമാധ്യമങ്ങളുടെയും മുൻ പേജ് വാർത്തയാണ് ലുലുവിൻ്റെ IT ട്വിൻ ടവർ എന്ന് പറയുന്നത്. ഒരുപാട് സവിശേഷതകളോട് കൂടിയിട്ടാണ് ഈ ട്വിൻ ടവർ എറണാകുളത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ടൊരു കാര്യം പറയേണ്ടതുണ്ട്. ഈ പരസ്യത്തിലൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് സ്മാർട്ട് സിറ്റി കാക്കനാട്, ലുലു IT ട്വിൻ ടവർ സ്മാർട്ട് സിറ്റി കാക്കനാട്. അപ്പോഴാണ് നമ്മൾ ഈ സ്മാർട്ട് സിറ്റിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു പോയത്. അപ്പോൾ സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് കൂടി നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി പരാജയപ്പെട്ടു, ലുലു ഗ്രൂപ്പിൻ്റെ ട്വിൻ ടവർ യാഥാർത്ഥ്യമായി എന്നുള്ളത്. യൂസഫ് അലി എന്ന ദീർഘവീക്ഷണമുള്ള ഒരു അന്താരാഷ്ട്ര വ്യവസായി, അദ്ദേഹം മലയാളിയാണ്. ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു പേര് തന്നെയാണ് MA യൂസഫ് അലി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ബാക്കിപത്രമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ലുലു IT ട്വിൻ ടവർ എന്ന് നമുക്ക് പറയാം. ലോകത്തിൽ തന്നെ കേരളത്തിൻ്റെ ഒരു IT ഹബ്ബായിട്ട് അറിയപ്പെടാൻ പോവുകയാണ് ഈ ട്വിൻ ടവർ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ IT ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ഉദ്യോഗാർത്ഥികളും കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് ഈ ട്വിൻ ടവർ എന്ന് പറഞ്ഞ് നമ്മൾ പറയാനായിട്ട്. കാരണം ലോകോത്തര നിലവാരത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയമാണത്. ഏകദേശം 35 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ ഉയർന്നിരിക്കുന്ന ഒരു രണ്ട് കെട്ടിടങ്ങൾ. ഇതിൽ ഏകദേശം 4000-ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാം. അത് റോബോട്ടിക് പാർക്കിംഗ് ആണ്, അതായത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പാർക്കിംഗ് ആണ്. അതായത് മലയാളികൾക്ക് പുതിയ നയനസുഖം ലഭിക്കുന്ന കാഴ്ച കൂടിയായിരിക്കും അത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. 2500-ഓളം വരുന്ന ആളുകൾക്ക് ഒരേ സമയം ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കോർട്ട്, അതോടൊപ്പം തന്നെ ജിം ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഹോട്ടലുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ഏകദേശം 30,000-ഓളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ സന്തോഷ വാർത്ത. അത് നമ്മുടെ മലയാളികളായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള IT വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ തൊഴിലന്വേഷകർക്കും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ നന്ദി പറയേണ്ട ഒരു വ്യക്തിയായിട്ട് MA യൂസഫ് അലി മാറിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ MA യൂസഫ് അലിയുടെ കയ്യിലെ പണം മുടക്കി സ്ഥലം വാങ്ങി അവിടെ കൃത്യസമയത്ത് തന്നെ IT പാർക്കിൻ്റെ പണി പൂർത്തീകരിച്ചു. മൾട്ടിനാഷണൽ കമ്പനികളെയൊക്കെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നു. അവിടെ വിവിധ മൾട്ടിനാഷണൽ കമ്പനികൾ, ഇപ്പോൾ IBM ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികൾ ഈ നമ്മുടെ ലുലു ട്വിൻ പാർക്കിലേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ ഈ 30,000 എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ള തൊഴിൽ, ആ തൊഴിൽ അവർക്ക് കിട്ടും. കാരണം അവിടെ കെട്ടിടം മാത്രമല്ല ഉള്ളത്, അവിടെ ഫെസിലിറ്റീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ അവിടെ കമ്പനികളും വരുന്നുണ്ട്. കൃത്യമായ ഫെസിലിറ്റീസും ആ ഫെസിലിറ്റീസിന് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് കൂടി ചെയ്താൽ മാത്രമേ അവിടെ കമ്പനികൾ വരത്തുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി അത് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് ലോകോത്തര നിലവാരത്തിലുള്ള ഒരുപാട് കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാം, യൂസഫ് അലി കേരളത്തിൻ്റെ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ഈ ലുലു ട്വിൻ ടവർ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ പരസ്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണത് അധ്യക്ഷം വഹിക്കുന്നത്. ഇതിനകത്തൊരു വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരിന് നടപ്പിലാക്കാൻ പറ്റാത്തൊരു സ്മാർട്ട് സിറ്റിയുടെ തൊട്ടടുത്ത് MA യൂസഫ് അലി എന്ന ബിസിനസ്സുകാരൻ തൻ്റെ IT പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. അത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും UDF-ഉം LDF-ഉം ചേർന്നുകൊണ്ട് തന്നെയാണ് സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങളെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ അനുവദിക്കാതിരുന്നത് എന്നുകൂടി വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഇന്നത്തെ ഈ ഒരു
ലുലു ടിൻ ടവറിന്റെ ഉദ്ഘാടനം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഈ സർക്കാർ ടീകോമുമായിട്ട് ചേർന്നിട്ട് ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിന്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വൈകിപ്പോയി. എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഇത് വൈകാനായിട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ പറ്റും? ഇത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ, അതായത് എ കെ ആന്റണിയാണ് ഇതിന് എനിക്ക് തോന്നുന്നു ഈ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി. അന്ന് കെ എം മാണി സാർ ഉൾപ്പെടെയുള്ള അധികായകന്മാരായിട്ടുള്ള ആളുകളൊക്കെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയമാണ്. ടീകോം എന്ന് പറഞ്ഞാൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ കമ്പനിയാണത്. അത് ദുബായ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നൊരു കമ്പനിയാണ് ടീകോം എന്ന് പറയുന്നത്. അപ്പോൾ ടീകോം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ IT മേഖലയിൽ വൻ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ IT സെക്ടർ ഭയങ്കരമായിട്ട് ബൂമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. പക്ഷേ ഇവർ ഈ ടീകോം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നടത്തിയിരുന്ന ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഒരു നഷ്ടക്കച്ചവടമായിരുന്നു. അവർക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ അകത്തുനിന്ന് റിട്ടേൺസ് എടുക്കാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ് കൊടുക്കാനോ ഒന്നും ടീകോമിന് പറ്റിയിട്ടില്ല. അങ്ങനെ ടീകോം വലിയൊരു നഷ്ടത്തിലേക്ക് പോവുകയും, എന്നാൽ കേരളത്തിലെ ടീകോമിന്റെ പ്രൊജക്ട് ടീകോം നഷ്ടത്തിലായതുകൊണ്ട് നടപ്പിലാകാതെ പോയതല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ സൈൻ ചെയ്ത ഈ സൈൻ ചെയ്ത പദ്ധതി പിന്നീട് വന്ന VS അച്യുതാനന്ദൻ സർക്കാർ തടഞ്ഞു വെച്ചതായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയൊക്കെ സമയത്ത് സൈൻ ചെയ്ത ആ ഒരു എഗ്രിമെന്റിൽ ഇത് സ്മാർട്ട് സിറ്റി എന്ന് പറയുക 100-ൽ പരം ഏക്കർ സ്ഥലം സർക്കാർ ലീസിന് ടീകോമിന് കൊടുക്കുകയാണ്. പക്ഷെ ആ ടെറിട്ടറിക്കകത്ത് ലേബർ നിയമങ്ങളോ ബാക്കി എല്ലാ കാര്യങ്ങളും ടീകോം കമ്പനി തീരുമാനിക്കും. സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ അതിൻ്റെ മേൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല എന്നൊരു കോട്ടുണ്ടായിരുന്നു. ഈ കോട്ടിനെയാണ് VS അച്യുതാനന്ദൻ എതിർത്തത്. അത് ന്യായികമായിട്ടുള്ള ഒരു എതിർപ്പായിരുന്നു. നമുക്ക് ഒരിക്കലും അതിനെ വിമർശിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി പോലുള്ള ഒരു പ്രൊജക്റ്റ്, ഈ പ്രൊജക്റ്റ് കേരളത്തിൽ തന്നെയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ അരാംകോ ഒക്കെ ഉണ്ട്. അരാംകോ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ടെറിട്ടറിയാണ്. ഒരുപക്ഷെ ടീകോം ഉദ്ദേശിച്ചത് അതുപോലെ ഒരു ടെറിട്ടറി ബിൽഡപ്പ് ചെയ്യുക, അവിടെ സംസ്ഥാന സർക്കാരിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. അതായത് ഈ ടീകോമിൽ വരുന്ന ഒരു കമ്പനിക്കെതിരെ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിനോ അല്ലെങ്കിൽ ഇൻകം ടാക്സിനോ ലേബർ ഓഫീസർക്കോ ഒന്നും കേസെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ടീകോം വിചാരിക്കുന്ന സമയത്ത് ലീസിലെടുത്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ഏത് സമയത്ത് വേണമെങ്കിലും വിറ്റഴിച്ച് അവർക്ക് ഈ രാജ്യം വിടാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതിനെ VS അച്യുതാനന്ദന് ശക്തമായിട്ട് എതിർത്തു. ആ എതിർപ്പിനെ തുടർന്നാണ് കുറേയധികം കാലതാമസം നേരിടേണ്ടി വന്നത്. പക്ഷേ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് അവസാന കാലഘട്ടമായപ്പോഴത്തേക്ക് ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും രണ്ടാം VS സർക്കാർ വരുമെന്നുള്ള വളരെ വലിയൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആ സമയത്ത് ഇത് വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു. കാരണം ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിൽ വളരെ വലിയ ഇതുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കോൺഗ്രസ് ആണ് പിന്നെ അധികാരത്തിൽ വന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷവും അന്ന് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെസിഷൻ ആരംഭിച്ചിരുന്നു, സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചിരുന്നു. ഈ സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ടീകോമും ഏകദേശം നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ പദ്ധതി പതുക്കെ സ്ലോ ഡൗൺ ആവുന്നതും ഈ പദ്ധതി കൃത്യസമയത്ത് നടപ്പാക്കാതിരുന്നതും. ഈ അടുത്ത കാലത്ത് സ്മാർട്ട് സിറ്റി വീണ്ടും ചർച്ചയായിരുന്നു. ആ സ്മാർട്ട് സിറ്റി ചർച്ചയാവാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്മാർട്ട് സിറ്റിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ടീകോം പിന്നെ നഷ്ടപരിഹാരം കൊടുത്ത് സംസ്ഥാന സർക്കാർ ഈ സ്ഥലം, അതായത് ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലം തിരിച്ചെടുക്കാൻ പോവുകയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്ത വന്നിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ലക്ഷത്തോളം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ തൊഴിൽ വാഗ്ദാനം നടത്തിക്കൊണ്ടാണ് ടീകോം ഈ പ്രൊജക്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ലീസിന് ഭൂമി കൊടുക്കുന്നത് ടീകോമിന്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് ടീകോമിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ടീകോം ശരിക്കും പറഞ്ഞാൽ നഷ്ടപരിഹാരം തരേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാർക്കാണ്. ആ ചെറുപ്പക്കാർക്ക് നഷ്ടപരിഹാരം നൽകാതെ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ ടീകോമിന്റെ ഭൂമി സംസ്ഥാന സർക്കാർ തിരിച്ചെടുക്കുന്നതിൽ വലിയൊരു അഴിമതി സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ അഴിമതിയെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നില്ല എന്നതും ഏറെ വൈരുദ്ധ്യം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മനസ്സിലാക്കേണ്ടത് ഇതിലെന്തോ ഒരു ഡീലുണ്ട്. ആ ഡീൽ എന്താ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഈ സർക്കാർ എല്ലാ കാര്യത്തിലും സർക്കാർ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ശമ്പളം കൊടുക്കാൻ വരെ ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഈ സ്ഥലം ലീസിന് തിരിച്ചു മേടിക്കാൻ എവിടെ നിന്നായിരിക്കും പൈസ? സംസ്ഥാന സർക്കാരിന് ഈ വിവിധ പദ്ധതികളിൽപ്പെടുത്തി ഇപ്പോൾ ഒരു പദ്ധതിക്ക് ഇപ്പോൾ കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, ADB ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട്. പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ദീർഘവീക്ഷണമുള്ളൊരു ഭരണാധികാരി ഇരുന്നാൽ അത് പല മാർഗത്തിലൂടെയൊക്കെ പണം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ സ്ഥലത്തിനൊരു ഡിമാൻഡ് ഉണ്ടാവാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലുലു ടിൻ ടവർ അവിടെ വന്നിരിക്കുകയാണ്. ഇത് ലോകോത്തര നിലവാരമുള്ള ഒരു ടിൻ ടവറാണ്.
ഇപ്പോൾ ആ സ്മാർട്ട് സിറ്റിയുടെ സ്ഥലത്തിന് ഇന്നലെ വരെ എത്ര വിലയുണ്ടായിരുന്നോ അതിൻ്റെ ഒരു 5 ഇരട്ടിയെങ്കിലും വാല്യൂ അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാലും സർക്കാരിനെ സംബന്ധിച്ചിട്ട് അത് ലാഭമാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് തിരിച്ചു മേടിച്ച് വേറെ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് ടീകോമിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതായിരിക്കണം. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. പക്ഷെ അത് ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന ചില നീക്കുപോക്കുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതല്ല എങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ചെറുപ്പക്കാരെ വഞ്ചിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭൂമി തട്ടിയെടുത്ത ടീകോമിന് നഷ്ടപരിഹാരം അങ്ങോട്ടല്ലല്ലോ കൊടുക്കേണ്ടത്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, ഇവിടുത്തെ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് അവർക്കാണല്ലോ നഷ്ടപരിഹാരം നൽകേണ്ടത്. ആ നഷ്ടപരിഹാരം നൽകാതെ മറിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ വലിയ ലക്ഷ്യം ഇതാണ്. കാരണം ഇത് മറ്റേതോ ഒരു ഇന്റർനാഷണൽ IT കമ്പനിയുമായിട്ട് സംസ്ഥാന സർക്കാർ ധാരണയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഏജന്റുമാർ ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം കൊടുത്ത് ഈ സ്ഥലം തിരിച്ചേറ്റെടുത്ത് ഈ സ്ഥലം അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ മറ്റ് ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചോദ്യം വരികയാണ്. കാരണം ഈ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നതെന്ന്. അതിപ്പോൾ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ പോലും ഇതിനെതിരെ രംഗത്ത് വരുന്നില്ല. അതിൽ വലിയൊരു ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്തെ പൊതുജനങ്ങൾ ഇനിയെങ്കിലും ബോധവാന്മാരാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ സ്മാർട്ട് സിറ്റി ആണെങ്കിലും സർക്കാർ കൊണ്ടുവരുന്ന എന്ത് പദ്ധതികളാണെങ്കിലും ഒച്ചഴയുന്ന പോലെ എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഒരു കാരണം എന്താണ്? ഇതുപോലെ ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടായിരിക്കുമോ? ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ഇപ്പം സിയാൽ അത് ഒരു പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. അത് പബ്ലിക്കുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങളുടെ കൂടെ ഒരു പബ്ലിക് ഫണ്ടിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് അത് പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ ദീർഘവീക്ഷണമുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ വിജയകുര്യനൊക്കെയാണ് അതിന്റെ നേതൃത്വത്തിൽ വന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം, 4 വരി പാത, ഇതൊക്കെ കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇൻഫോ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാനായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ആ സമയത്ത് സാധിച്ചിട്ടുണ്ട്. കാരണം അന്നൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ നമുക്ക് അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഒരാളും വ്യക്തിപരമായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ സർക്കാരുകൾക്ക്, അത് UDF സർക്കാരിനാണെങ്കിലും LDF സർക്കാരിനാണെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പിടിവാശികളുണ്ടായിരുന്നു. ഈ പറഞ്ഞ സമയത്ത്, അതായത് ഈ സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടി സാറും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും കൊണ്ടുവരുന്ന സമയത്ത് സ്മാർട്ട് സിറ്റി പൂർത്തിയായിരുന്നുവെങ്കിൽ ഇവിടെ ആ സ്മാർട്ട് സിറ്റിയിലേക്ക് ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികൾ വരുമായിരുന്നു. ഇപ്പോൾ യൂസഫലി ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ടിൻ ടവർ പണിതു, അതോടൊപ്പം തന്നെ അതിന്റെ ഫെസിലിറ്റിയെ ഇന്റർനാഷണലി മാർക്കറ്റ് ചെയ്യുവാനായിട്ട് ആർക്ക് സാധിച്ചു? MK യൂസഫലിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയെ ടീകോം ഏറ്റെടുക്കുകയും ടീകോം ഇന്റർനാഷണൽ ലെവലിൽ ഒരു മാർക്കറ്റിംഗ് നടത്തി അവിടേക്ക് കമ്പനികളെ കൊണ്ടുവരികയും സമയബന്ധിതമായിട്ട് പണികൾ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ടീകോം തീർച്ചയായിട്ടും കുറെ ഇന്റർനാഷണൽ കമ്പനികളെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ വീടിന്റെ അയൽപക്കത്തു നിന്നൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ സ്മാർട്ട് സിറ്റി തന്നെ ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു. സ്മാർട്ട് സിറ്റി വരുന്നു എന്നറിഞ്ഞുകൊണ്ട് IT BTech ITയിലേക്കൊക്കെ തിരിഞ്ഞ് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ അവർക്കൊന്നും തൊഴിൽ ലഭിക്കാത്തൊരവസ്ഥയുണ്ടായി ഈ സ്മാർട്ട് സിറ്റി വൈകിയതുകൊണ്ട്. അതുകൊണ്ട് ഈ സമയബന്ധിതമായിട്ട് പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് പരസ്പര സഹകരണം ആവശ്യമാണ്. അതായത് സംസ്ഥാനത്ത് ഭരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആണെങ്കിലും ഭരണപക്ഷത്തിന്റെ ആണെങ്കിലും ഒരു തുറന്ന സമീപനം, അതായത് പദ്ധതികൾ വരുന്നതിൽ തങ്ങൾ അതിന് തടസ്സമാവില്ല എന്നൊരു തീരുമാനമെടുക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുമാണ്. അങ്ങനെ ഒരു പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ സഹകരണത്തെ നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ പരസ്പര സഹകരണമുണ്ട് LDFനും UDFനും BJPക്കും ഒക്കെ. എന്ന് പറഞ്ഞ മാതിരി ഇവിടെ പദ്ധതികൾ വരുന്ന സമയത്ത് ഈ പരസ്പര സഹകരണം ഇവർ കാണിക്കണം. അങ്ങനെ ഈ സഹകരണം കാണിച്ചാൽ മാത്രമേ ഇവിടെ പദ്ധതികൾ വരത്തുള്ളൂ. ഇപ്പൊ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഗിഫ്റ്റ് സിറ്റി, അങ്കമാലിക്കടുത്തുള്ള അയ്യമ്പുഴയിൽ. പക്ഷെ ഈ പദ്ധതി നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. ഇതിന്റെ പല പല കാര്യങ്ങൾ ഇങ്ങനെ നടന്നു. പക്ഷേ ഈ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു 10 വർഷത്തിന് ശേഷം ഈ കേരളത്തിൽ വന്നിട്ട് എന്ത് കാര്യമുണ്ട്? നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വിദേശത്തേക്ക് ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവർ അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്തെങ്കിലും
ഇവിടെ ജോലി കൊടുക്കാൻ വേണ്ടി സാധിക്കണ്ടേ? കാരണം എത്ര നാളുകളായിട്ട് ഗിഫ്റ്റ് സിറ്റിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഗിഫ്റ്റ് സിറ്റിയുടെ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അതും ഏതെങ്കിലുമൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ പാർട്ണർഷിപ്പോട് കൂടി തന്നെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി വിഭാവനം ചെയ്താൽ ഒരുപക്ഷെ അവിടെ സാധ്യമാകും. അത് അല്ലാത്ത പക്ഷം മറ്റൊരു സ്മാർട്ട് സിറ്റി ആയിട്ട് ഗിഫ്റ്റ് സിറ്റി മാറും. പക്ഷേ ഈ ഗിഫ്റ്റ് സിറ്റിക്ക് അടുത്ത് ലുലുവിലെ MA യൂസഫ് അലി സാർ പോയിട്ട് അവിടെ വല്ല സ്ഥലമൊക്കെ മേടിച്ചിട്ട് അവിടെ ഒരു ടിൻ ടവർ, വീണ്ടും ഒരു IT ടിൻ ടവർ അല്ലെങ്കിൽ വേറൊരു ഗിഫ്റ്റ് സിറ്റി മാതിരിയല്ല ലുലു സിറ്റി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സർക്കാർ എന്ത് കാണിക്കും? ഇപ്പോൾ ഈ ഗിഫ്റ്റ് സിറ്റിക്ക് വേണ്ടിയിട്ട് ആരാണോ സ്ഥലം എടുത്തേക്കുന്നത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഈ സ്ഥലം തിരിച്ചെടുക്കേണ്ട ഗതികേടിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഏതൊക്കെയാലും ഈ MA യൂസഫ് അലിയെ സംബന്ധിച്ചിട്ട് ഇതൊരു അഭിമാന നിമിഷമാണ്. മുഴുവൻ മലയാളിക്കും അഭിമാനിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവകാശവാദം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് ഇത് ലോകത്തിന് തന്നെ മുമ്പിൽ തന്നെ കേരളത്തിൻ്റെ യശസ് ഉയർത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെ IT മേഖലയുടെ പേരെത്തിക്കുന്ന ഒരു IT ടവർ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനികൾ ഈ ടവറിലേക്ക് വരും. കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് ആ ടവറിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ പോകുന്നൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയെ ഇപ്പോൾ എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ് വേണ്ടത്.